അശ്ശമാഇലുൽ മുഹമ്മദിയ്യ സബക്ക് 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. രണ്ടാമത്തെ ക്ലാസ് ആണ്. ഹദീസ് നമ്പർ 4. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദ്ദസനാ മഹ്മൂദ് ബിൻ ഗൈലാൻ ഖാല ഹദ്ദസനാ വഖീഉൻ ഖാല ഹദ്ദസനാ സുഫിയാൻ അൻ അബി ഇസ്ഹാഖ അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാൽ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മാ റഅയ്തു മിൻ റസൂലിൽ മിൻ ദീ ലിമ്മത്തിൻ ഫീ ഹുല്ലത്തിൻ ഹംറാ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല, മിൻ ദീ ലിമ്മത്തിൻ ലിമ്മത്ത് ഉടയ ഒരാളെയും, അതായത് ലിമ്മത്തുടയവർ എന്ന് പറഞ്ഞാൽ ചുമലോളം വരുന്ന കട്ടിയുള്ള മുടിയുള്ള ആൾ, അങ്ങനത്തെ ഒരാളെയും ഞാൻ ഇതാക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. ഫീ ഹുല്ലത്തിൻ ഹംറാ ചുവപ്പ് വസ്ത്രമണിഞ്ഞ, അഹ്സന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഭംഗിയുള്ള. അപ്പം ചുവപ്പ് വസ്ത്രമണിഞ്ഞ ലിമ്മത്തുടയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് ഷഅറുൻ യളിരിബു മങ്കിബൈഹി, ഷഅറുൻ മുടി, നബി തങ്ങൾക്ക് മുടിയുണ്ടായിരുന്നു. യളിരിബു മങ്കിബൈഹി രണ്ട് ചുമലിലേക്ക് എത്തുന്നതായ മുടിയുണ്ടായിരുന്നു. മുടിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത റിവായത്തുകൾ വന്നിട്ടുണ്ട്. എപ്പോഴും ഒരുപോലെയാവണമെന്നില്ല. ഓരോ സഹാബിയും കാണുമ്പോഴുള്ള അവസ്ഥ അവർ നമുക്ക് പറഞ്ഞു തരുന്നു. ബഈദു മാ ബൈന മങ്കിബൈനി, അതേ പ്രകാരം തന്നെ ഇരു ചുമലുകളും വിശാലമായവരായിരുന്നു. അവിടുത്തെ ഇരു ചുമലുകളും വീതിയുള്ള ആളാണ്. ലം യക്കും ബിൽ ഖസീരി വലാ ബി തവീലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറിയവരോ നീണ്ടവരോ ആയിരുന്നില്ല. ഹദീസ് നമ്പർ 5. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഖാല ഹദ്ദസനാ അബൂ നുഐം ഖാല ഹദ്ദസനൽ മസ്ഊദി അൻ ഉസ്മാൻ ബിൻ മുസ്ലിം ബിൻ ഹുർമുസ് അൻ നാഫിഅ ബിൻ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു വഅൻഹും അൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഅൻഹും ഖാൽ. അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ലം യകുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തവീലി വലാ ബിൽ ഖസീരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട ആളോ കുറിയ ആളോ ആയിരുന്നില്ല. നബി തങ്ങൾ നീണ്ട ആളായിരുന്നില്ല, അതുപോലെ കുറിയ ആളും ആയിരുന്നില്ല, ഒരു ഒത്ത ആളായിരുന്നു. ശസനുൽ കഫൈനി വൽ ഖദമൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഫ് മുൻകൈകളും അതേ പ്രകാരം തന്നെ കാലുകളും ദൃഢമായിരുന്നു, ഉറപ്പുള്ളതും മൃദുവുമായിരുന്നു. മാർദ്ദവവും ശക്തിയും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാമല്ലോ, എന്താണ്, ഹസ് വലാ ഹരീറൻ അലിയന മിൻ കഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ നല്ല മാർദ്ദവമുള്ളതായിരുന്നു. പട്ട്, ആ പട്ട് ഒന്നും ഞാൻ തൊട്ടിട്ടില്ല, അത്രയും മാർദ്ദവമായിരുന്നു നബി തങ്ങളുടെ കൈ എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുകാരെ ജോലിക്കൊക്കെ സഹായിച്ചു കൊടുക്കും, അതുപോലെ യുദ്ധത്തിന് പോകും, ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താണ്, നല്ല ശക്തിയുള്ളതുമായിരുന്നു, ഉറപ്പുള്ളതുമായിരുന്നു. ഏതായാലും ഇവിടെ പറഞ്ഞത് ഷസനുൽ കഫൈനി വൽ ഖദമൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് മുൻകൈകളും അതുപോലെ കാലുകളും ദൃഢമായതായിരുന്നു. ലഹ്മുർ റഅസി, അതുപോലെ ശിരസ്, തല വലുപ്പമുള്ളവരായിരുന്നു. തല വലുപ്പമുള്ളവരായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നല്ല വലിയ ശിരസ്സുള്ള ആളായിരുന്നു. അപ്പൊ തലച്ചോറിന്റെ ശക്തി പരിപൂർണമാണെന്ന് അറിയിക്കുന്നുണ്ടത്. പിന്നെ ലഹ്മുൽ കറാദീസി, അതുപോലെ സന്ധിയെല്ലുകൾ, തടിച്ച സന്ധിയെല്ലുകൾ ഉള്ളവരായിരുന്നു. സന്ധിയെല്ലുകൾ ഉണ്ടല്ലോ, അതൊക്കെ തടിച്ചവരായിരുന്നു. പിന്നെ എല്ല് തടിക്കുക എന്നത് ഒരു ആരോഗ്യത്തിന്റെ അടയാളമാണ്, അതുപോലെ കുലമഹിമയുടെ അടയാളവുമാണ്. പിന്നെയോ തവീലുൽ മസ്റുബത്തി, മസ്റുബത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ചു മുതൽ പൊക്കിൾ വരെ, നെഞ്ചു മുതൽ പൊക്കിൾ വരെ നല്ല നേരിയ രോമമുള്ള ആളായിരുന്നു. അപ്പൊ മസ്റുബത്ത് നീളമുള്ള ആളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇദാ മശ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നാൽ, അവിടുന്ന് നടന്നാൽ തകഫുഅൻ, ഒരു മുന്നോട്ട് ചായൽ ചായും. ഏതുപോലെ, കഅന്നമാ യൻഹത്തു മിൻ സ്വബബിൻ,
അത് നടക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് പോലെ, ഉയരങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു മുന്നോട്ട് ചായല്ല, അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കൽ അങ്ങനെയായിരുന്നു. ഇദാ മശ തകഫുഅൻ കഅന്നമാ യൻഹത്തു മിൻ സബബിൻ, ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ നടക്കുമ്പോൾ മുന്നോട്ട് ഒരു ചായൽ ചായും. ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലം അറ, ഞാൻ കണ്ടിട്ടില്ല, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പോ ശേഷമോ തങ്ങളെപ്പോലെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഹദീസ് നമ്പർ 6. ഹദ്ദസനാ സുഫിയാൻ ഇബ്നു വഖീഇൻ ഖാല ഹദ്ദസനാ അബി അനിൽ മസ്ഊദി ബിഹാദൽ ഇസ്നാദി നഹ്വഹു, ഈ ഹദീസിന്റെ നഹ്വിനെ ബിമാനാഹു, ഇതിന്റെ മാന കൊണ്ട്, ഈ ഹദീസല്ല ഇതിന്റെ നഹ്വിനെ എന്താക്കിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 7ാമത്തെ ഹദീസ്. അപ്പൊ ഇതേ സനദ് കൊണ്ട് ഈ ഹദീസിന്റെ നഹ്വ് എന്താക്കിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി 7ാമത്തെ ഹദീസ്. ഹദ്ദസന അഹ്മദ് ബിൻ അബ്ദത്തുൽ ലബ്ബി അൽ ബസരി വ അലി ബിൻ ഹുജ്രിൻ വ അബൂ ജഅഫറിൻ മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ വഹുവ ഇബ്നു അബി ഹലീമത്ത വൽ മഅന വാഹിദുൻ ഖാലു ഹദ്ദസന ഈസ ബിൻ യൂനുസ് അൻ ഉമർ ബിൻ അബ്ദില്ലാഹി മൗല ഗുഫറത്ത ഖാല ഹദ്ദസനി ഇബ്രാഹിം ബിൻ മുഹമ്മദിൻ മിൻ വലദി അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഖാൽ. അവർ പറയാണ്, ആരാണ്? മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ മുഹമ്മദ് എന്നവർ പറയുക. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ഹദ്ദസനി ഇബ്രാഹിം ബിൻ മുഹമ്മദ് ഖാല കാന അലിയുൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു, ഇദാ വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഖാല, അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീലിൽ മുമഗിത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നില്ല ഏത്? ബിത്തവീലി, ദീർഘമുള്ളവർ. എങ്ങനത്തെ ദീർഘമാണ്? നീളമുള്ളവരാണ്. മുമ്മഗിത്ത്, അമിതമായ ദീർഘമുള്ള ആള്, അതായത് കൂടുതൽ നീളമുള്ള ആള്, വളരെ നീളമുള്ള ആളായിരുന്നില്ല. വലാബിൽ ഖസീരിൽ മുതറദ്ദിദി, അതേ പ്രകാരം തന്നെ വളരെ കുറിയ ആള് അതും ആയിരുന്നില്ല. വകാന റബ്അത്തം മിനൽ ഖൗമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഒത്ത നീളമുള്ള ആളായിരുന്നു, ഒരു ഒത്ത നീളമുള്ള ആളായിരുന്നു. വലം യകുൻ ബിൽ ജഅദിൽ ഖത്തത്തി വലാ ബിസ് സബ്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഇങ്ങനെ ചുരുണ്ട് കൂടിയ മുടിയായിരുന്നില്ല, അതേ പ്രകാരം തന്നെ നേർത്ത മുടിയുമായിരുന്നില്ല. ഇത് നമ്മൾ നേരത്തെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. വകാന ജഅദൻ റജിലൻ, ചീകി ഒതുക്കിയ മനോഹരമായ മുടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി. ഈ നമ്മളന്ന് പറഞ്ഞല്ലോ, ആഫ്രിക്കൻ വംശജരുടെ മുടിയൊക്കെ പോലെ ഇങ്ങനെ ചുരുണ്ടതായ മുടി അതായിരുന്നില്ല. അതുപോലെ നേർത്തതായ പാശ്ചാത്യരുടെ മുടി പോലെ അങ്ങനെ നേർത്തതായ മുടിയുമായിരുന്നില്ല. വകാന ജഅദൻ റജിലൻ, ചീകി ഒതുക്കിയ മനോഹരമായ മുടിയായിരുന്നു. വലം യകുൻ ബിൽ മുതഹമി വലാ ബിൽ മുകൽസമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നീണ്ട മുഖമുള്ള ആളായിരുന്നില്ല, നീണ്ട മുഖം അതായിരുന്നില്ല. വലാബിൽ മുകൽസമി, അതേ പ്രകാരം തന്നെ വട്ടമുഖമുള്ള ആളും അല്ല. വകാന ഫി വജ്ഹിഹി തദ്വീറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം എങ്കിലും ഒരു ഗോളാകൃതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം എന്തായിരുന്നു? ഒരു അല്പം ഗോളാകൃതിയായിരുന്നു. അപ്പൊ നീണ്ട മുഖമോ വട്ടമുഖമോ ഉള്ളവരായിരുന്നില്ല, മുഖം അല്പം ഒരു ഗോളാകൃതിയുള്ളവരായിരുന്നു. അബിയലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളുത്തവരാണ്. എങ്ങനത്തെ വെളുത്തവരാണ്? മുഷറബുൻ, ചുവപ്പ് കലർന്നതായ വെളുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതല്ല, തനി വെളുപ്പല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അബിയലു മുഷ്റബുൻ, ചുവപ്പ് കലർന്നതായ വെളുപ്പായിരുന്നു. അത് അജുൽ ഐനൈനി, അതുപോലെ കണ്ണിലെ കറുപ്പ് കഠിനമായിരുന്നു. കണ്ണിന്റെ കറുപ്പ്, കണ്ണിന്റെ കൃഷ്ണമണിയില്ല, അത് കറുപ്പ് കഠിനമായിരുന്നു. അഹ്ദബുൽ അഷ്ഫാരി,
അതേ പ്രകാരം തന്നെ നിറഞ്ഞ നീണ്ട പുരികമുള്ള ആളായിരുന്നു, നീളമുള്ള നിറഞ്ഞ പുരികമുള്ള ആളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. പിന്നെ ജലീലുൽ മുഷാശി വൽ കതദി, അതേ പ്രകാരം തന്നെ തോള് വലിയവരായിരുന്നു. പിന്നെ സന്ധികൾ അത് വിശാലമായവരായിരുന്നു. തോള് വലിയവരായിരുന്നു, തോളുണ്ടല്ലോ, തോള് വലിയവരായിരുന്നു. അതുപോലെ സന്ധികൾ വിശാലമായവരായിരുന്നു. സന്ധികൾ ഉണ്ടാകല്ല, അതൊക്കെ വിശാലമായവരായിരുന്നു. അജ്റദു ദൂ മസ്റുബത്തിൻ, അതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരത്തിൽ രോമം നിറഞ്ഞവരായിരുന്നില്ല. പക്ഷെ എന്തായിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നേരത്തെ ഈ ഇപ്പം പറഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞു നെഞ്ച് മുതൽ പൊക്കിൾ വരെ നേരിയ രോമം ഉണ്ടായിരുന്നു. ശരീരം മുഴുവനും രോമം ഉണ്ടാകുക പൂർണ്ണമായി ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും, തലയിലൊക്കെ രോമമുള്ളത് പോലെ ശരീരം മുഴുവൻ രോമം, അതൊരു ഭംഗിയല്ല, ഒരു അഭംഗിയാണ്. പിന്നെ ഷസിനുൽ കഫൈനി വൽ ഖദമൈനി, അതുപോലെ കൈകാലുകൾ ദൃഢമുള്ളവരായിരുന്നു. ഇദാ മശ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നാൽ, തഖല്ലഅ കഅന്നമാ യൻഹത്തു ഫീ സബബിൻ, നടന്നാൽ അല്പം ഇങ്ങനെ മുന്നോട്ട് ചായും, ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് പോലെ, ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ അല്പം മുന്നോട്ട് ഇങ്ങനെ ഇതാവും. ഇനി വൈദൽതഫത്ത ഇൽതഫത്ത മഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭാഗത്തേക്ക് തിരിയുമ്പം പൂർണ്ണമായിട്ട് തിരിയും, തല കൊണ്ട് മാത്രമല്ല തിരിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ പിന്നിൽ നിന്ന് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങ് തിരിയും, അല്ലാണ്ട് എങ്ങനെയല്ല, തല കൊണ്ട് മാത്രമല്ല തിരിയുക. ബൈന കത്തിഫൈഹി ഖാതമുൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത് ഉണ്ടായിരുന്നു, അതായത് പ്രവാചകത്വ മുദ്രയുണ്ടായിരുന്നു. അതേ പ്രകാരം തന്നെ ബൈന കത്തിഫൈഹി ഖാതമുൻ നുബുവ വഹുവ ഖാതമുൻ നബിയീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്, അവസാന പ്രവാചകരാണ്. അജ്വദുൻ നാസി സ്വദറൻ, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യ ഹൃദയമുള്ള ആളായിരുന്നു. ജനങ്ങളിൽ ഏറ്റവും ഔദാര്യമുള്ള ആളാണ്, നല്ലോണം കൊടുക്കുന്ന ആള്. ഏറ്റവും അജ്വദാരായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. വ അസ്ദഖുൻ നാസി ലഹ്ജത്തൻ, അതേ പ്രകാരം തന്നെ ജനങ്ങളിൽ ഏറ്റവും സത്യം മാത്രം പറയുന്ന ആളായിരുന്നു, സത്യം മാത്രം പറയുന്ന ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വ അലിയനുഹും അരീഖത്തൻ, അതേ പ്രകാരം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു, നല്ല നിർമ്മലമായ സ്വഭാവം, ആ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. വ അക്രമുഹും ഇഷ്റത്തൻ, അതേ പ്രകാരം തന്നെ പെരുമാറ്റത്തിൽ ഏറ്റവും മാന്യരാണ്, പെരുമാറ്റത്തിൽ ഏറ്റവും മാന്യരാണ്. അതുപോലെ മറ്റൊരു നുസ്ഖയിൽ ഇവിടെ ഇഷ്റത്ത് എന്നുള്ളിടത്ത് അഷീറത്ത് എന്നുണ്ട്. എങ്ങനെയാണ്, വഫീ നുസഹിൻ അഷീറത്ത്, ഇതിലിപ്പോൾ ഇഷ്റത്ത് എന്നുള്ളത്. അഷീറത്ത് എന്ന് പറഞ്ഞാൽ ഉന്നതമായ കുടുംബം, തറവാട്, നല്ല ലോകത്തറിയപ്പെട്ട ഒന്നാം നമ്പർ തറവാട്ടുകാരനായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മൻ റആഹു ബദീഹത്തൻ ഹാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെട്ടെന്ന് കണ്ടാൽ പേടിച്ചു പോകും, അതായത് ആ ഗാംഭീര്യം അങ്ങനെയായിരുന്നു. വമൻ ഹാലത്തഹു മഅരിഫത്തൻ അഹബ്ബഹു, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരാൾ ഇടപഴകി, നബി തങ്ങളെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നബി തങ്ങളെ അറിയാൻ വേണ്ടി ഒരാൾ ഇടപഴകിയാൽ മുത്തുനബിയെ സ്നേഹിച്ചു പോകും, നല്ലോണം അയാൾ സ്നേഹിക്കും. എന്നിട്ട് യഖൂലു നഅയ്തുഹു, യഖൂലു പറയും, നഅയ്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നഅ്ത്ത് പറയുന്ന ആള്, വിശേഷിപ്പിക്കുന്ന ആള് പറയും, എന്താ പറയുക, ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു, ഇനി വർണ്ണിക്കാനൊന്നും കഴിയൂല, ഏതായാലും ഇതുപോലെ ഒരാളെന്താക്കിയിട്ടില്ല, ഇതുപോലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ വിശേഷണങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഒരാളെയും മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. അല്ലാതെ നബി തങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല, പൂർണ്ണമായി വർണ്ണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശേഷണം പറയുന്ന ആളെന്താ പറയുക, മറ്റൊരാളെ, ഇതുപോലത്തെ മറ്റൊരാളെ ഞാൻ മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ ചോദിക്കും, പല വിഷയത്തിൽ നബി തങ്ങളോട് സാമ്യതയുള്ള സഹാബിമാരെക്കുറിച്ച് പലരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ അതൊന്നും പല നിലക്കും സദൃശ്യത ഉണ്ടാവും എന്നല്ലാതെ പൂർണ്ണമായി സദൃശ്യത ഉള്ള ഒരാളും തന്നെ ഇല്ല. ഇനി ബഹുമാനപ്പെട്ട തിർമിദി ഇമാമ് തന്നെ നമ്മളെ ഈ ഹദീസിൽ പറഞ്ഞതായ പല
ലഫ്ലുകളെക്കുറിച്ചും വിശദീകരിക്കുകയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ അർത്ഥം പറഞ്ഞു, ഇനി ആവർത്തിക്കുന്നില്ലെങ്കിലും ഒന്ന് വായിക്കുകയാണ് ബറക്കത്തിന് വേണ്ടി. ഖാല അബൂ ഈസ, ബഹുമാനപ്പെട്ട തിർമിദി ഇമാം അബൂ ഈസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅത്തു അബാ ജഅഫരിൻ മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ യഖൂലു സമീഅത്തുൽ അസ്മഇയ്യ യഖൂലു ഫീ തഫ്സീരി സിഫത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുമ്മഗിത്ത് അൽ-ലാഹിബു തൂലൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മുമ്മഗിത്ത് എന്നുള്ളിടത്ത് വളരെ നീളമുള്ള ആള് ആയിരുന്നില്ലാന്ന്. വഖാല സമീഅത്തു അഅറാബിയൻ യഖൂലു ഫീ കലാമിഹി തമഗത ഫീ നശാബത്തിഹി, അതായത് മദ്ദഹ മദ്ദൻ ശദീദൻ, നല്ലോണം നീളം ഉണ്ടാകുക. ഇതിപ്പോൾ അറബിയിൽ അതിൻ്റെ ഒരു വിശദീകരണം പറയാണ്. വൽ മുത്തറദ്ദിദു അദ്ദാഖിലു ബഅലുഹു ഫീ ബഅലിൻ ഖിസ്റൻ വ അമ്മൽ ഖത്തത്തു, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫശദീദുൽ ജുഊദ വർ റജിലു അല്ലദീ ഫീ ശഅരിഹി ഹുജൂനത്തുൻ ഐ തസന്നിൻ ഖലീലുൻ അമ്മൽ മുതഹമു ഫൽ ബാദിനുൽ കസീറുൽ ലഹം വൽ മുകൽസം അൽ മുദവ്വറുൽ വജ്ഹ്, മുഖം വട്ടമുഖം. വൽ മുഷ്റബു അല്ലദീ ഫീ ബയാലിഹി ഹുംറത്തുൻ വൽ അദ്അജു അശ്ശദീദു സവാദിൽ ഐനി വൽ അഹ്ദബു അത്തവീലുൽ അഷ്ഫാർ. പിന്നെ വൽ കത്തദു മുജ്മഉൽ കത്തിഫൈനി വഹുവൽ കാഹിൽ. നമ്മൾ അവിടെ കത്തതിന് എന്തായാലും അർത്ഥം പറഞ്ഞാൽ ഇങ്ങനെ കെണുപ്പുകളൊക്കെ ഉണ്ടല്ലോ, സന്ധികൾ. പിന്നെ വൽ മസ്റുബത്തു ഹുവ ശഅറു ദഖീഖുല്ലദീ കഅന്നഹു ഖലീബു മിനസ് സദ്രി ഇല സുറത്തി, നെഞ്ചു മുതൽ അതേ പ്രകാരം നെഞ്ചു മുതൽ പൊക്കിൾ വരെയുള്ളതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഷസിന് എന്ന് പറഞ്ഞാൽ അൽ ഖലീദു അൽ അസാബി മിനൽ കഫൈനി വൽ ഖദമൈനി വത്തഖല്ലു അൻ യംശി ബിഖുവ്വത്തിൻ വസബബു അൽ ഹദൂറു തഖൂറു ഇൻഹദർന ഫി സബൂബിൻ വസബബിൻ വഖൗലുഹു ജലീലുൽ മുശാശി യുരീദു റൂസൽ മനാക്കിബി വൽ ഇശ്റത്തു അസ്സുഹ്ബത്തു. അഷീർ എന്ന് പറഞ്ഞാൽ സാഹിബ്, അവിടെ ഇശ്റത്ത് അഷീറത്ത് രണ്ടും പറഞ്ഞല്ലോ. വൽ ബദീഹത്തു എന്ന് പറഞ്ഞാൽ അൽ മുഫാജഅത്തു യുഖാലു ബദഹ്തുഹു ബി അംരിൻ ഐ ഫജഅ്തുഹു. ഇത് തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്തൊരു വിഷയം വായിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഹദീസ് അർത്ഥം വെക്കുന്ന സമയത്ത് ഓരോ ലഫ്ലുകളും വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥം വീണ്ടും ആവർത്തിക്കാതിരുന്നത്. ഹദീസിൽ തന്നെ ഓരോ ലഫ്ലുകളും നമ്മൾ അർത്ഥം വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാനും തങ്ങളുടെ സുന്നത്തുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.